ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. പൈങ്കിളി. ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ പ്രൊഡക്ഷനിൽ ജിത്തു മാധവൻ തന്നെ കഥ എഴുതി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള ഒരു വേർതിരിവില്ലാതെ ത്രൂ ഔട്ട് കോമഡി മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞു പോകുന്ന സിനിമയാണിത്. ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് സജിൻ ഗോപു, ജിസ്മ, അനശ്വര രാജൻ എന്നിവരാണ്. കൂടാതെ ഉള്ളത് സജിന്റെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവര് ചന്തു, നമ്മുടെ സലീംകുമാറിന്റെ മകനുണ്ട്. അതുപോലെ ആവേശം ഫെയിം ആയിട്ടുള്ള റോഷൻ ഉണ്ട്. റോഷൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം ഗെറ്റപ്പ് ഒക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ടാണ് ഇതിലുള്ളത്. മറ്റതില് താടി മീശയൊന്നും ഇല്ലാണ്ട് മുടി നീട്ടി വളർത്തി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ട് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സജിന്റെ അച്ഛനും അമ്മയായിട്ട് ചെയ്തിരിക്കുന്നത് അബു സലീമും, പിന്നെ അമ്മ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അമ്പിളി എന്ന് പറഞ്ഞൊരു ആളാണ്. നല്ല രീതിയിൽ ആ അമ്മ ക്യാരക്ടർ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അബു സലീമിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ കുറച്ച് സിനിമകളൊക്കെ ഇങ്ങനെ കോമഡി ഇതിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ വർക്ക്ഔട്ട് ആവുന്ന രീതിയിൽ ഇതിൽ ചെയ്തിരിക്കുന്ന അച്ഛൻ റോള് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നുള്ളത് ഇതില് റിയാസ് ഖാൻ ഉണ്ട്. ഒരു ഗുണ്ട ആയിട്ടാണ്, ഒരു കോമഡി ടച്ചുള്ള ഒരു ഗുണ്ടായിട്ട് തന്നെയാണ് ഗുണ്ടായിട്ടാണ് ഇതിൽ റിയാസ് ഖാൻ വരുന്നത്. ആൾക്കും ഫ്ലെക്സിബിൾ ആയിട്ട് കോമഡി ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ശരിക്കും ഈ സിനിമ കാണുമ്പം മനസ്സിലാവുന്നതാണ്. പിന്നെ ചെറിയൊരു റോളിൽ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി ഉണ്ട്. ഒരു 5 മിനിറ്റ് അത്രയൊക്കെ വരുന്ന ഒരു റോളിലാണ് ഉള്ളത്. തങ്കു കൊച്ചച്ചൻ എന്നാണ് ആളുടെ ഇതിലെ പേര്. ഒരു എക്സ് ഗുണ്ട അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. നല്ല രസമുണ്ട് പുള്ളിയുടെ ക്യാരക്ടറും ഇതില്. സജിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് സജിൻ. നമ്മളിപ്പം ഇതിന് മുന്നേ കണ്ടത് ഇപ്പോ അമ്പാനിൽ നിന്ന് നേരിട്ട് പൊന്മാനിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു സീരിയസ് നോട്ടിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു പൊന്മാനിലേത്. അതിൽ നിന്നും വേറൊരു ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ, ആളുടെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ സംസാരത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കോമഡി, അങ്ങനെ വരുന്ന രീതിയിലാണ് ഇതിൽ പോയേക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സജിൻ ഇതില്. ഇനിയും നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടിയാല് നമുക്ക് പ്രേക്ഷകർക്ക് ഇനിയും നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അനശ്വരയുടെ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്തോ അനശ്വരയ്ക്ക് കുഴപ്പമില്ല, ആൾക്ക് കിട്ടിയ ക്യാരക്ടർ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉള്ള പോലെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആളുടെ കോമഡി ഹ്യൂമർ അത്ര അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുള്ളൊരു എവിടേക്കോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആണ് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി ശരിക്കും ഇതിൽ അനശ്വരനെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ജിസ്മയുടെ ക്യാരക്ടറാണ്. നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള ഇതും എന്ന് വെച്ചാൽ കുറച്ച് കോമഡി രീതിയിലും കുറച്ച് ഇമോഷണലും അങ്ങനെ എല്ലാം കൂടെ നല്ല രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ജിസ്മ ഈ റോള്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അവളുടെ അംബിഷൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വഴികൾ എന്നുള്ള രീതിയിലാണ് ഈ അതാണ് ശരിക്കും അതിന്റെ ഒരു ത്രെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു അംബിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് തെരഞ്ഞെടുക്കുന്ന വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യോ, ഇതിൽ എന്താണ് ലോജിക്ക് എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു കഥയാണത് ആക്ച്വലി. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളത്ര ലോജിക് ഒന്നും വെച്ച് അങ്ങനെ ചിന്തിച്ച് സിനിമ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, പ്രശ്നമൊന്നുമില്ല. മൊത്തത്തിൽ ഇതൊക്കെയാണ് ശരിക്കും പൈങ്കിളി. നല്ല എന്താ പറയാ, ഒരു 2-2.5 മണിക്കൂർ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് ലാഗ് ഇല്ലാണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന സിനിമയാണ്. എനിക്ക് പേഴ്സണലി അതിന്റെ കോമഡീസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നല്ലോണം വർക്ക്ഔട്ടായി, നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ എല്ലാരും പോയി സിനിമ കാണുക. ദാറ്റ്സ് ഇറ്റ്. സൈനിങ് ഓഫ്. താങ്ക് യു.